अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। अयनं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് മഹാഭാരതം കിളിപ്പാട്ട് പാരായണ പ്രഭാഷണ പരമ്പരയിലെ 66-ാം ദിവസമായ ഇന്ന് ദൃഷ്ടദ്യുമ്നൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ഗുരുദക്ഷിണയായിട്ട് അർജുനൻ്റെ നേതൃത്വത്തിൽ പാണ്ഡവന്മാർ പോയി ദ്രുപദ മഹാരാജാവിനെ ബന്ധനസ്ഥനാക്കി ദ്രോണർക്ക് കാഴ്ചവെച്ചു എന്നുള്ള കഥകളൊക്കെ. അതിനുശേഷം ദ്രോണരാൽ മോചിതനാക്കപ്പെട്ടത് ദ്രുപദൻ തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു യാഗം ചെയ്യാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. ഇങ്ങനെ ആരെയും ജയിക്കാൻ പറ്റാത്തവനായി ദുർജയനായിരിക്കുന്ന ഈ ദ്രോണരെ ജയിക്കാൻ പറ്റിയ ഒരു പുത്രനും, അതുപോലെ എന്നെ ഈ യുദ്ധത്തിൽ തോൽപ്പിച്ച അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പറ്റിയ ഒരു പുത്രിയും എനിക്കുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ യാഗം നടത്തണം എന്നാവശ്യപ്പെട്ടു എന്ന് പറയണം. ആ മഹർഷിമാരെ വിധിപ്രകാരം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് യാഗം ആരംഭിച്ചു. അങ്ങനെ ആ യാഗകുണ്ഡത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പുരുഷൻ സൂര്യനെപ്പോലെ തേജസ്സുള്ള വാളും ചാപവും കിരീടങ്ങളും കവചവും ഒക്കെ ധരിച്ച് അതിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് പറയാണ്. രണ്ടാമത് വളരെ മനോഹരിയായ ആ ലക്ഷ്മി ദേവിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയും ഉയർന്നു വന്നു എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമതൊരു കുട്ടി കൂടി ഉയർന്നു വന്നു അത്രേ. ആണും പെണ്ണുമല്ലാത്ത ഒരു കുട്ടി മൂന്നാമതായിട്ടും ജനിച്ചു എന്ന് പറഞ്ഞു. പണ്ട് സമുദ്രമഥന സമയത്തെ പ്രകാരമാണോ പലാഴിയിൽ നിന്ന് ജ്യേഷ്ഠാദേവി ഉയർന്നു വന്നത്, അതുപോലെ അവളും ഉയർന്നു വന്നു എന്ന് പറയുകയാണ്. ഇങ്ങനെ ഈ 3 മക്കളുണ്ടായപ്പോൾ മകന് ദൃഷ്ടദ്യുമ്നൻ എന്ന് രാജാവ് പേരിട്ടു. മകൾക്ക് കൃഷ്ണ, നല്ല കറുത്ത സുന്ദരിയായിരുന്നു അവൾ എന്നുള്ളതുകൊണ്ട് കൃഷ്ണ എന്ന് പേരിട്ടു. ആണും പെണ്ണുമല്ലാതെ ജനിച്ച കുട്ടിക്ക് ശിഖണ്ഡി എന്നും പേരിട്ടു എന്ന് പറയാണ്. ഈ സമയത്ത് തന്നെ അവിടെ കൃപരും ദ്രോണരും ഭീഷ്മരും വിതുരരും ധൃതരാഷ്ട്രരും എല്ലാവരും ആ പാണ്ഡവന്മാരും കൗരവന്മാരും എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന കാലമാണ്. അവർ ആ മഹാരാജാവ് ധൃതരാഷ്ട്രര് ജ്യേഷ്ഠപുത്രനായ അല്ലെങ്കിൽ പുത്രന്മാരിൽ ഏറ്റവും മൂത്തവനായ യുധിഷ്ഠിരനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു. എന്നാൽ കലിയുടെ അവതാരമായി ആ ദുര്യോധനന് ഇതൊട്ടും സഹിച്ചില്ല. അദ്ദേഹം
തൻ്റെ സുഹൃത്തുക്കളായ കർണനും ശകുനിയും ഒക്കെയായിട്ട് ആലോചിച്ചു, എങ്ങനെയാണ് ഈ പാണ്ഡവന്മാരെ നമുക്ക് ഇവിടെ നിന്ന് തോൽപ്പിക്കാൻ കഴിയുക? നേരിട്ടുള്ള യുദ്ധങ്ങളിലൊന്നും നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അവരെ ഇവിടെ നിന്ന് എടുത്ത് പിഴുകി മാറ്റാത്തിടത്തോളം കാലം നമുക്ക് സ്വസ്ഥതയില്ല. നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചതി മാത്രമേ ഇവരോട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അച്ഛനുമായി എന്തെങ്കിലും പറഞ്ഞ് അച്ഛൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇവരെ ഒരു വീടുണ്ടാക്കി അവിടെ താമസിപ്പിക്കാം. എന്നിട്ട് ആ വീടിന് തീ വെച്ച് ഇവരെയൊക്കെ കൊല്ലുകയും ചെയ്യാം എന്നുള്ളൊരു നിർദ്ദേശം ഇവരൊക്കെ കൂടി ഉണ്ടാക്കി. അതിനുശേഷം കിളി തന്നെ പറയുകയാണ്, ഇത്രയൊക്കെ എനിക്ക് പറയാൻ വയ്ക്കൂ, കാരണം ഈ ദുഷ്ടന്മാരുടെ കഥകൾ അധികം പറയുന്നത് അത്ര നല്ലതല്ലല്ലോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇവരെന്തൊക്കെ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്നുള്ളതിനെ പറ്റിയൊന്നും തൽക്കാലം പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ രാജാവ് ധൃതരാഷ്ട്രരോട് ചെന്ന് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ധൃതരാഷ്ട്ര മഹാരാജാവ് തൻ്റെ യുധിഷ്ഠിരനെ വിളിച്ച് ഒരു ദിവസം ഇങ്ങനെ പറയാൻ ആരംഭിച്ചു എന്ന് പറയുകയാണ്. എൻ്റെ മക്കൾ അത്ര നല്ല സ്വഭാവമുള്ളവരൊന്നുമല്ല, കുറച്ച് ദുസ്വഭാവികളൊക്കെയാണ്. അപ്പോൾ നിങ്ങളും അവരും കൂടി ഇവിടെ ഇങ്ങനെ ഒരു ഭവനത്തിൽ താമസിക്കുക എന്നുള്ളത് ഒട്ടും ഗുണകരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു ഭവനം ഉണ്ടാക്കി തന്ന് അവിടെ താമസിപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മകന് ഒട്ടും താല്പര്യമില്ലെങ്കിലും അത് ആവും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ആ ധൃതരാഷ്ട്ര മഹാരാജാവ് യുധിഷ്ഠിരനോട് പറയുന്നതോടുകൂടിയാണ് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും